Learning. Learning may be goal oriented and can be aided by motivation. ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ ഓറിയൻറ്റഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഡ് ബൈ മോട്ടിവേഷൻ. മോട്ടിവേഷൻ ബൈ ഫ്രം ഇൻസൈഡ് ഓർ ഫ്രം ഔട്ട്സൈഡ്. ഒരാൾക്ക് ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അയാൾ പഠിക്കുന്നതിന് താല്പര്യം കാണിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ നേടുന്നതിന് വേണ്ടിയിട്ട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നോളജ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ പരിശ്രമിക്കുന്നതായിരിക്കും. അല്ല എങ്കിൽ എന്തെങ്കിലും പ്രചോദനമുണ്ടെങ്കിൽ ഒരു എക്സ്റ്റേണൽ മോട്ടിവേഷനോ ഒരു ഇൻറ്റേർണൽ മോട്ടിവേഷനോ അത് വെച്ചിട്ടായിരിക്കും ആളുകൾ എന്ത് ചെയ്യുക, പഠിക്കുക. സോ ലേണിംഗ് മേ ബി goal oriented and can be aided by motivation. Progress of learning over time tends to follow learning curve. ലേണിങ്ങിൻ്റെ പ്രോഗ്രസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, കുറച്ച് നാളത്തേക്ക് ഒരാളുടെ പ്രോഗ്രസ് ഓഫ് ലേണിംഗ് കാണിക്കുന്ന കർവിനെ വിളിക്കുന്ന പേരാണ് ലേണിംഗ് കർവ്. ലേണിംഗ് കർവ് പ്ലോട്ട് ചെയ്യണത് ലേണിങ്ങിനെയും പെർഫോമൻസിനെയും ബേസ് ചെയ്തിട്ടാണ്. ലേണിംഗ് കർവ് ഈസ് പ്ലോട്ടഡ് ബിറ്റ്വീൻ ലേണിംഗ് ആൻഡ് പെർഫോമൻസ്. ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് റിലേറ്റീവ്ലി permanent change in behavior brought about as a result of experience or practice. ലേണിംഗ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ലേണിങ്ങിന് നമുക്ക് ഒരു റിലേറ്റീവ്ലി പെർമനൻറ്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ, പെരുമാറ്റത്തിലുണ്ടാവുന്ന ഒരു ചേഞ്ചായിട്ട് നമുക്ക് എന്തിനെ ഡിഫൈൻ ചെയ്യാം? ലേണിങ്ങിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ് ഈ ചേഞ്ച് ഇൻ ബിഹേവിയർ ഉണ്ടാവുന്നത്, പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്നത്? ബ്രോട്ട് അബൌട്ട് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ് ഓർ പ്രാക്ടീസ്. എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ചേഞ്ച് ഇൻ ബിഹേവിയർ ആണ്? ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം എ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് എക്സ്പീരിയൻസ് ഓവർ എ സർട്ടൻ തിങ്സ്. സോ ഹി വിൽ ബി ലേണിംഗ് സർട്ടൻ തിങ്സ് ഫ്രം ദോസ് എക്സ്പീരിയൻസസ്. ആ കാര്യങ്ങളിൽ നിന്നും ആ എക്സ്പീരിയൻസിൽ നിന്നും അയാളുടെ പ്രവൃത്തി പരിചയത്തിൽ നിന്നും കുറേ കാര്യങ്ങൾ അയാളുടെ പെരുമാറ്റത്തിലെ ഭാഗമായി തീരും. അതല്ലെങ്കിൽ ഡെലിബറേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പെരുമാറ്റത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ലേൺ ചെയ്യാനായിട്ട് പറ്റും, പഠിക്കാനായിട്ട് സാധിക്കും. സോ ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ relatively permanent change in behavior brought about as a result of experience or practice. ബിഹേവിയറിസം എന്ന് പറഞ്ഞ തിയറി ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് ജോൺ ബി വാട്സൺ ആണ്. അല്ലെങ്കിൽ ബിഹേവിയറിസം തിയറി ഫോം ചെയ്തത് ജോൺ ബി വാട്സൺ ആണെന്ന് പറയാം. ബിഹേവിയറിസം വാസ് ഫോംഡ് ബൈ John B. Watson, who first studied about learning. ലേണിങ്ങിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചത് ജോൺ ബി വാട്സൺ ആണ്. ബിഹേവിയറിസ്റ്റ് ഐഡൻറ്റിഫൈ ലേണിംഗ് ആസ് ആൻ ഇൻറ്റേർണൽ ഈവൻറ്റ്. ബിഹേവിയറിസ്റ്റ് ഐഡൻറ്റിഫൈ ലേണിങ്ങിനെ ഒരു ഇൻറ്റേർണൽ ആക്ടിവിറ്റി ആയിട്ടാണ്, ഇൻറ്റേർണൽ ഈവൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഇൻറ്റേർണൽ ഈവൻ്റ് ആയിട്ടാണ് ബിഹേവിയറിസ്റ്റ് ലേണിങ്ങിനെ കൺസിഡർ ചെയ്യുന്നത്. 3 കമ്പോണൻസ് ഓഫ് ബിഹേവിയർ. ബിഹേവിയറിന് 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റും. ഒന്ന് കൊണേറ്റീവ്, സെക്കൻഡ് വൺ cognitive, and third one affective. So which are the 3 components of behavior? First one conative, second one cognitive, third one affective. What is conative?
കൊണേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്വയറിങ് സ്കിൽസ് ടു പെർഫോം എ ടാസ്ക് ഈസ് കൊണേറ്റീവ്. ഒരു ടാസ്ക്, ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുകൾ നേടിയെടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? കൊണേറ്റീവ് എന്ന് പറയുന്നത്. സോ കൊണേറ്റീവ് ഈസ് അക്വയറിങ് സ്കിൽസ് ടു പെർഫോം എ ടാസ്ക്. എക്സാമ്പിൾ, കുക്കിംഗ് ചെയ്യുന്നതിന് കുറേ സ്കിൽ ആവശ്യമുണ്ട്. അത് നമ്മൾ ഗെയിൻ ചെയ്യുന്നതിനെയാണ് കൊണേറ്റീവ് എന്ന് പറയുക. ലൈക്ക്വൈസ് പ്ലേയിങ്, ഡാൻസിങ്, ടോക്കിംഗ്, വാക്കിംഗ്. ഫോർ ഓൾ ദോസ് തിങ്സ് വി ആർ അക്വയറിങ് സർട്ടൺ സ്കിൽസ്. ഇതിനെല്ലാത്തിനും നമ്മൾ ചില സ്കില്ലുകൾ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ നേടിയെടുക്കുന്ന സ്കിൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കൊണേറ്റീവ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ്. മീനിങ്ഫുൾ ആസ്പെക്റ്റ് ഓഫ് ബിഹേവിയർ, ഇറ്റ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ്. ഓർ ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ മെൻ്റൽ തിങ്കിങ്. നമ്മളുടെ ബ്രെയിൻ ഉപയോഗിച്ച് തിങ്ക് ചെയ്യേണ്ട, മനസ്സുപയോഗിച്ച് തിങ്ക് ചെയ്യേണ്ട ആക്ടിവിറ്റീസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ് എന്ന് വിളിക്കുന്നത്. സോ മീനിങ്ഫുൾ ആസ്പെക്റ്റ് ഓഫ് ബിഹേവിയർ ഓർ ആക്ടിവിറ്റീസ് വിച്ച് റിക്വയർ മെൻ്റൽ തിങ്കിങ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ്. എക്സാമ്പിൾ, റീസണിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിങ്. റീസണിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിങ്. ഇവിടെയൊക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്. മൈൻഡിൻ്റെ ഇൻവോൾവ്മെൻ്റാണ് നമ്മൾ കൂടുതലായിട്ട് നടത്തുന്നത്. തിങ്കിങ് പ്രോസസ്സാണ് കൂടുതലായിട്ട് നടക്കുന്നത്. സോ ഇറ്റ് ഈസ് കോൾഡ് കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് വൺ ഈസ് എഫക്റ്റീവ്. ദ ഇമോഷണൽ ഓർ ഫീലിംഗ് പാർട്ട് ഓഫ് ബിഹേവിയർ ഈസ് എഫക്റ്റീവ് ഡൊമൈൻ. ഇമോഷണൽ ഓർ ഫീലിംഗ് പാർട്ട്, നമുക്ക് വൈകാരികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് എഫക്റ്റീവ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. ഓർ ബിഹേവിയറിൻ്റെ എഫക്റ്റീവ് പാർട്ട് എന്ന് വിളിക്കുന്നത് വൈകാരികം അല്ലെങ്കിൽ ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെയാണ് എഫക്റ്റീവ് ഡൊമൈൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾ, ഹാപ്പിനെസ്, സാഡ്നെസ്, ആങ്കർ. ഇതെല്ലാം എഫക്റ്റീവ് ഡൊമൈനിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ ബിഹേവിയർ ഹാസ് 3 parts: conative, cognitive and affective.